ഹലോ ഗൈസ്, വെൽക്കം ടു ഐറിഷ് കഥ. നമ്മൾക്ക് ഒരു ചെറുതായിട്ടൊരു പാർട്ട് ടൈം കിട്ടി. ചെറുതായിട്ടല്ല, ഒരു ദിവസത്തേനാണ് ലീഫ്ലെറ്റിങ്. നമ്മൾ ഈ നോട്ടീസില്ലേ നമ്മുടെ നാട്ടിൽ ഓരോ വീട്ടിലും കൊണ്ടു കൊടുക്കണം, ഓരോ വീട്ടിലും കൊണ്ടുപോയിടണം. അതെ. അപ്പം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 10-20 കിലോമീറ്റർ ഒന്നും നടക്കേണ്ടി വരും. എന്നാലും വൈകുന്നേരം വരെ പണിയെടുത്താലാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്കി ഞാൻ പോണ വഴിക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. നടന്ന് എന്തായിരിക്കും അറിയില്ല, എന്തായാലും നോക്കാം. നമ്മളിപ്പോൾ കൊടുത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ എല്ലാ വീട്ടിൻ്റെ മുന്നിൽ പോയിട്ടിടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സമ്മർ ആവാനായി. അപ്പോൾ ഇതാ ചെറി ബ്ലോസം ഒക്കെ കണ്ട് നിറയെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഹലോ ഗൈസ്, സാധാരണ ഇവിടെ നോർമലി ഉള്ള ടെമ്പറേച്ചർ തണുപ്പായിരിക്കും. പക്ഷേ ഇന്ന് ഒടുക്കത്തെ വെയിലും ജാക്കറ്റും ഇതും ഫോണും ബാഗും എല്ലാം കൂടി കൈ പിടിക്കാൻ ഭയങ്കര പാടാണ്. എന്നിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെയിലൊന്ന് ചൂടെടുക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ബുദ്ധിപരമായി നീങ്ങി റോഡിൻ്റെ അപ്പുറ സൈഡിൽ ഒരാൾ, ഇപ്പുറ സൈഡിൽ ഒരാൾ, എന്നിട്ട് ഒരാൾ ആ സൈഡിൽ കൂടെ ഇട്ടുകൊണ്ടും ഞാൻ ഈ സൈഡിൽ കൂടെ ഇട്ടുകൊണ്ടും. പിന്നെ ചില സ്ഥലത്ത് ഇവിടെ നോ ജങ്ക് മെയിൽസ് നേടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മളിത് ഇടാൻ പാടില്ല. ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നോ ജങ്ക് മെയിൽസ്. ഇവിടെ ഇട്ടാലെന്താ, ലൈക്ക് അവരെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. ബട്ട് ഓക്കെ, നമ്മൾ അവിടെ ഇടാണ്ട് ബാക്കി എല്ലായിടത്തും ഇട്ടിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നടന്നു വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വീണ്ടും ചെറി ബ്ലോസം. സമ്മർ ആയതുകൊണ്ട് നിറയെ ചെറി ബ്ലോസംസ്. നമ്മളിങ്ങനെ ഓരോ വീട്ടിൻ്റെ അതിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 5-8 കിലോമീറ്റർ നടന്നു. കാലൊക്കെ വേദനിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു പാർക്ക് മാതിരി സ്ഥലം കണ്ടിട്ട് നമ്മളവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ബ്രെഡും സ്പ്രെഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയും ബാക്കി കണ്ടിന്യൂ ചെയ്യും. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ പോവാണ്. നടുവ് കാല് എല്ലായിടത്തും വേദനിക്കുന്നുണ്ട്. ഇപ്പോൾ 5:30 സമയം. നമ്മളിപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. മടുത്തു. 15 കിലോമീറ്ററാണെന്ന് ഇടാൻ വേണ്ടിയിട്ട് നടന്നത്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോകാൻ മടുത്തു. ഇന്ന് പോയി റെസ്റ്റാണ്, ഫുൾ ബെഡിലാണിന്ന്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഡാർട്ട് സ്റ്റേഷൻ. നമ്മുടെ നാട്ടിലെ ട്രെയിൻ. നമ്മുടെ ഇവിടെ ടൈമിംഗ് എഴുതിയിട്ടുണ്ട്. 7 മിനിറ്റിൽ നമ്മുടെ ട്രെയിൻ വരും. നമ്മളിന്ന് ഈ ലീഫ്ലെറ്റിംഗ് ചെയ്തത് സിൽവർ ഇന്ത്യൻ കിച്ചൺ. ഇവർക്ക് ടേക്ക് എവേയും ഡെലിവറി മാത്രമേ ഉള്ളൂ. അപ്പം ഡബ്ലിനുള്ള ഇന്ത്യൻസൊക്കെ എന്തെങ്കിലും ഫങ്ഷൻ നടത്തുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ടേസ്റ്റുള്ള ഇന്ത്യൻ ഫുഡൊക്കെ വേണമെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് വിളിച്ചിട്ട് ഓർഡർ ചെയ്യാം. ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ഫുഡ്, വെറൈറ്റി, കുറേ മെനുവും കുറേ സാധനം. ബിരിയാണി മുതൽ ലസ്സി വരെ ഉണ്ട്. വലിയ ചാർട്ടാണ്. ഇത്രയും സാധനങ്ങൾ മെനു ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇത്രയും ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇവരുടെ അടുത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കണം. നമ്മുടെ ഡാർട്ട് വന്നു. ഇതാണ് നമ്മുടെ ഡാർട്ട്. നമ്മുടെ ഡാർട്ട് എടുത്തു. ഇങ്ങനെയാണ് ഡാർട്ടിൻ്റെ ഉള്ളിൽ. കാണിച്ചു തരാം. ആൾക്കാരൊക്കെ തീരെ കുറവാണ്. ഇങ്ങനെയാണ്. നമ്മളങ്ങനെ നമ്മുടെ ലീഫ്ലെറ്റിംഗ് കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്.